ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമിക് റേസ്. സോ ടോബി മേക്കർ തിരിച്ചു സ്പൈഡർമാനെ വരാൻ പോകുന്നു അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ എന്നാണ് പുതിയ അപ്ഡേറ്റ്സ് പറയുന്നത്. ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്സ് എല്ലാം നോക്കിയാൽ അദ്ദേഹം ഈ ഫിലിമിൽ മെയിൻ സ്പൈഡർമാൻ ആകാനാണ് സാധ്യത. പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് ടോം ഹോളണ്ട് ഈ ഫിലിമിലില്ല. കാരണം അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും ദ ഒഡീസിയും കൊണ്ട് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ടോബീസ് വേർഷൻ ആണ് മാർവൽ കൺസിഡർ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. സെറ്റിൽ കണ്ട ഒരു സ്പൈഡർമാൻ സ്റ്റണ്ടബിൾ ഹോളണ്ടിന്റെ അല്ല എന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്ലസ് ടോബി ലണ്ടൻ സ്റ്റുഡിയോയിൽ കണ്ടു. ലീക്ക് ആയിട്ടുള്ള സ്പൈഡർമാൻ സ്യൂട്ട് ഫോട്ടോസും ഫേക്ക് അല്ല എന്ന് പറയുന്ന റിപ്പോർട്ട്സ് വന്നിരുന്നു. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ മൾട്ടിവേഴ്സ് ഡിസ്ട്രോയ് ആവുന്ന ഒരു സ്റ്റോറിയാണ്. ടിവിയെ ആങ്കർ ബീങ്സിനെ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുമെന്ന് പറയുന്നു. അതേപോലെ ടോബി സ്പൈഡർമാൻ യൂണിവേഴ്സ് ഡിസ്ട്രോ ആയി അദ്ദേഹത്തെ ഡൂംസ്ഡേയിൽ കൊണ്ടുവരും എന്ന തിയറി കൂടിയുണ്ട്. ഇതൊക്കെ മാർവൽ യൂണിവേഴ്സിൽ ഒരു വലിയ ഇമോഷണൽ നൊസ്റ്റാൾജിക് ആർക്കായിട്ട് വരും. ഒരു റൂമർ പ്രകാരം യൂണിവേഴ്സസ് എല്ലാം കൊളാപ്സ് ആകുമ്പോൾ ടോബി സ്പൈഡർമാൻ ഹ്യൂഗ് ജാക്ക്മാൻസ് വൂൾവെറിനും റോബർട്ട് ഡനി ജൂനിയറിന്റെ ഡോക്ടർ ഡൂമും കൂടെ ജോയിൻ ചെയ്യും. ഒരു ഡ്രീം കോംബോ. ടിവിയെ ടോബിനെ റിക്രൂട്ട് ചെയ്യും മൾട്ടിവേഴ്സ് സേവ് ചെയ്യാൻ. അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലേക്ക് ബ്രിഡ്ജ് ആയി. ആൻഡ്രൂ ഗാർഫീൽഡ് ഇപ്പോൾ ഡിനേ ചെയ്യുന്നു. ബട്ട് നോവേ ഹോം മുന്നിലും അദ്ദേഹം ഇങ്ങനെ ഡിനേ ചെയ്തിട്ടുണ്ട്. ടോബി ഓൾറെഡി എക്സ്പീരിയൻസ് സ്പൈഡർമാൻ ആയിട്ട് ഇമോഷണൽ ആങ്കർ ആകും. അദ്ദേഹത്തിന്റെ ജേർണി, സാക്രിഫൈസ്, ലെഗസി, ഹീറോയിസം എല്ലാം റിഫ്ലക്ട് ചെയ്യും. ഡൂംസ്ഡേയിൽ മൾട്ടിവേഴ്സ് കൊളാപ്സ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് റോൾ മാർവൽ ഫേസിന്റെ തീമിനെ പെർഫെക്റ്റ് ആയി സ്യൂട്ടാകും. അതിനൊപ്പം സ്പൈഡർമാൻ 4ന് മൊമെന്റം കിട്ടുന്നു. സാം റൈമി ഡയറക്ട് ചെയ്യും എന്ന് പറയുന്നു. ക്രിസ്റ്റൻ ഡൂൺസ്റ്റും ടോബിയും ഗുഡ് സ്റ്റോറി ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ റെഡിയാണ്. ദ ബാറ്റ്മാൻ റൈറ്റർ മാറ്റ്സൺ ടോംലിൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു. ഇവിടെ പീറ്റർ ഹസ്ബൻഡ് ഫാദർ സൂപ്പർ ഹീറോ ആയിട്ട് ബാലൻസ് ചെയ്യുന്ന സ്റ്റോറി ആയിരിക്കും. മേഡേ പാർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. റീമി ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കഴിഞ്ഞ് മാർവലിൽ തിരിച്ചു വരുന്നത് കൊണ്ട് ഇപ്പോൾ പ്രൊജക്ട് റിയൽ ആയി തോന്നുന്നു. ഇത് സീക്രട്ട് വാർസ് കഴിഞ്ഞുള്ള മാർവൽ ടൈം ലൈനിൽ ആവും എങ്കിലും സോണി സ്റ്റാൻഡ് ലോൺ യൂണിവേഴ്സ് ആയിട്ടും വരാം. ഒരു മെച്ച് സ്പൈഡർമാൻ സ്റ്റോറി, നൊസ്റ്റാൾജിയും ഫാമിലി ഇമോഷൻസും കൂടി വരുമ്പോൾ ഫാൻസ് ഷുവർ ആയിട്ട് എക്സൈറ്റഡ് ആണ്. ടോബിയും ക്രിസ്റ്റനും തിരിച്ചു കിട്ടുന്ന ഒരു ഹാർട്ട് ഫെൽ കണ്ടിന്യൂഷൻ ആണിത്. അവരുടെ ലെഗസിനെ നെക്സ്റ്റ് മൾട്ടിവേഴ്സ് ഫേസിൽ നന്നായി കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി. സോ ഈ പുതിയ അപ്ഡേറ്റ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അണ്ടർ ദ നെക്സ്റ്റ് റീലോഡ്സ് സ്റ്റേ റിയൽ വിത്ത് അസ്.